പരിശുദ്ധമായ ഇസ്ലാം പല ശീലങ്ങളും നമ്മെ പഠിപ്പിക്കുന്നത് കാണാം. സർപ്രൈസുകളുടെ ഒരു കാലമാണ് ഇന്ന്. വീട്ടിലേക്ക് അവരോട് അറിയിക്കാതെ വരികയും അത് വീഡിയോ എടുത്ത് യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയകളിലും പരത്തി വ്യാപിപ്പിച്ച് അതിലൊരു ആഘോഷം കൊള്ളുന്ന, അതിലൊരു സന്തോഷം കൊള്ളുന്നൊരു കാലമാണ്. ശരിക്കും പരിശുദ്ധമായ ഇസ്ലാം അത്തരമുള്ള ശീലങ്ങളെ കർക്കശമായി എതിർക്കുന്നത് കാണാം. അങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മനസ്സിലാക്കിയിട്ടാണ് പരിശുദ്ധമായ ഇസ്ലാം അതിനെ എതിർക്കുന്നത്. ഒരു വീട്ടിലേക്ക് നമ്മൾ ചെല്ലുന്ന സമയത്ത് പാലിക്കേണ്ട കുറച്ച് മര്യാദകൾ പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ആ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കയറാൻ വേണ്ടി അനുമതി തേടണം. നമ്മുടെ സ്വന്തം വീടാണെങ്കിൽ പോലും അനുമതി തേടുക എന്നത് പ്രധാനമാണ്. രണ്ടാമത്തെ കാര്യം, വീട്ടുകാരോട് സലാം പറയലാണ്. അനുമതി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ സലാം പറഞ്ഞുകൊണ്ട് പ്രവേശിക്കണം. നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ആ വീട്ടിൽ ആരും ഇല്ലെങ്കിൽ പോലും സലാം പറയൽ സുന്നത്ത് തന്നെയാണ്. കാരണം അവിടെ അർവാഹുകളും മലായിക്കത്തുകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതുപോലെ തന്നെ ബെല്ലടിച്ച് നേരെ വാതിലിൻ്റെ മുന്നേ നിൽക്കാൻ പാടില്ല, ഒരു സൈഡിലേക്ക് മാറി നിൽക്കണം. ഇതും ഒരു മര്യാദ തന്നെയാണ്. നാലാമതൊരു കാര്യം, 3-ൽ കൂടുതൽ തവണ ആ വീട്ടുകാരെ വിളിക്കാൻ പാടില്ല. ഇപ്പോൾ ബെല്ലിങ്ങനെ അടിക്കും, ചില ആൾക്കാരിങ്ങനെ വന്നിട്ട് ബെല്ലടിച്ചാൽ നിർത്തൂല, കണ എന്ന് പറഞ്ഞാണ്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. 3 തവണ ബെല്ലടിക്കുക. ആദ്യം ഒരു തവണ അടിക്കുക, പിന്നെ കുറച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ അടിക്കുക, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ അടിക്കുക. ക്യാപ്പിട്ട് കൊണ്ട് ബെല്ലടിക്കണം. 3 തവണ വിളിച്ചിട്ടും വിളി കേൾക്കുന്നില്ല എങ്കിൽ പിന്നെ അവിടെ നിൽക്കരുത്, അവിടെ നിന്ന് പോകണം. ഇതാണ് പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിക്കുന്ന ശൈലി. അല്ലാതെ സർപ്രൈസായിട്ട് വീട്ടിലേക്ക് എത്തി വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. വീട്ടിലേക്ക് വരുമ്പോൾ അറിയിച്ചുകൊണ്ട് തന്നെ വരണം. മുത്തുനബി തങ്ങൾ അത് നമ്മെ നല്ല കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ കാരണങ്ങൾ എന്താണ്? ഇങ്ങനെ അറിയിച്ചുകൊണ്ട് വരുമ്പോൾ അവിടെ സ്വകാര്യതയ്ക്ക് സംരക്ഷണം ലഭിക്കും, പരസ്പര ബഹുമാനം ഉണ്ടാവും, ഹബീബായ തങ്ങളെ സുന്നത്ത് ജീവിതത്തിൽ പകർത്താൻ കഴിയും, സന്തോഷകരമായി ആ വീട്ടുകാർക്ക് നമ്മെ സ്വീകരിക്കാൻ കഴിയും, കുടുംബത്തിന് നമ്മളെ സ്വീകരിക്കാൻ കഴിയും, തെറ്റിദ്ധാരണകളും പ്രശ്നങ്ങളൊക്കെ അത് കാരണം ഒഴിവാകും. ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ അറിയിച്ചു വരുന്നത് കൊണ്ടുണ്ട്. ഇതൊക്കെ നേരെ തിരിച്ച് സർപ്രൈസായി വരുമ്പോൾ ഇല്ലാതിരിക്കാനും അല്ലെങ്കിൽ കുടുംബകലഹം ഉണ്ടാവാനും പ്രശ്നം ഉണ്ടാവാനും ഒക്കെ കാരണമാവുന്നുണ്ട്. അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണമെന്നും ചെറിയ ശീലങ്ങൾ പോലും നമ്മുടെ ഈമാനെയും അതുപോലെ തന്നെ നമ്മുടെ വിശ്വാസത്തെയും അത് ഉറപ്പിക്കുകയും ചെയ്യുമെന്ന് ബോധ്യപ്പെട്ടുകൊണ്ടാണ് നമ്മളൊക്കെ ജീവിക്കേണ്ടത്. അല്ലാഹു തആല ഖൈർ പഠിക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ.